സിനിമ നല്ലപോലെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരിചിതമായ ഒരു പേരായിരിക്കും ബൊമാൻ ഇറാനി. മുന്നാവ MBBS എന്ന് പറയുന്ന മൂവിയിലെ ഡീൻ കഥാപാത്രവും അതുപോലെ തന്നെ വൈറസ് എന്ന് പറയുന്ന 3 ഡേയ്സിലെ കഥാപാത്രവും ആരും മറക്കാൻ സാധ്യതയില്ല. സോ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം. ഈ ഒരു മൂവി അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ്. സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം സിനിമ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു സംഭവം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മേത്ത ബോയ്സ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. സോ അവിനാഷ് തിവാരി, ബൊമാൻ ഇറാനി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ശ്രേയ ചൗധരിയും ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട്. സോ ഈ ഒരു മൂവിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നായകന് ഇതിൽ ഒരു ദൗത്യം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോബിൻ്റെ ആ ഒരു ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. സോ അദ്ദേഹം ആ ഒരു തിരക്കിലാണ് എപ്പോഴും. സോ അതിൻ്റെ ഇടയ്ക്കാണ് അമ്മയുടെ മരണത്തിൻ്റെ വിവരം കേട്ട് കഴിയുമ്പോൾ അദ്ദേഹം നാട്ടിലോട്ട് വരുന്നു. സോ അദ്ദേഹം നാട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണത്തിന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ചേച്ചി അമേരിക്കയിലോട്ട് അച്ഛനെ കൊണ്ടുവന്നിരിക്കുന്നു. സോ ആ ഒരു കൊണ്ടുപോകാനുള്ള ആ ഒരു ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം ആ ഒരു ഫ്ലൈറ്റ് മൺഡേയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് അച്ഛൻ്റെ മാത്രം. അങ്ങനെ ചേച്ചി അമേരിക്കയിലോട്ട് പോവുകയും അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് പോകാനായിട്ട് മകൻ്റെ കൂടെ 2 ദിവസം തങ്ങുകയും ചെയ്യുന്നു. സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഇതിൽ മകൻ്റെയും അച്ഛൻ്റെയും ആ ഒരു സൈഡ് വളരെ ഗംഭീരമായിട്ടാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ടച്ച് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു മൂവി മുന്നോട്ട് വെക്കുന്നത്. ബൊമാൻ ഇറാനി തന്നെയാണ് ഈ ഒരു സ്റ്റോറി ചെയ്തിരിക്കുന്നത്. സോ വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഏജ് ജനറേഷൻ ഗ്യാപ്പിൻ്റെ ആ ഒരു ഡ്രിഫ്റ്റ് ആണെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ ആളുകളുടെ മനസ്സിൽ ഇംപ്രിൻ്റ് ആവുന്ന രീതിയിലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇവരുടെ റിലേഷൻഷിപ്പ് വളരെ സിംബോളിക്കലി കാണിച്ചിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലേഴ്സ് അതുകൊണ്ട് പറയുന്നില്ല. സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ് ബൊമാൻ ഇറാനി ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ആളുകൾക്ക് പെട്ടെന്ന് കൊള്ളുന്ന രീതിയിലാണ് ഈ ഒരു മേക്കിംഗ് വരുന്നത്. കാരണം അച്ഛനും മകനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാവർക്കും ആ ഒരു ഓർമ്മകൾ മനസ്സിൽ കാണും. സോ ആ ഒരു ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ബൊമാൻ ഇറാനി ഫോളോ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു മൂവി വളരെ സ്പെഷ്യൽ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ഒരു യങ് ജനറേഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ക്യാരക്ടർ അവിനാഷ് തിവാരിയുടെ ക്യാരക്ടർ പോകുന്ന അമ്മയെന്ന് പറഞ്ഞ ക്യാരക്ടർ പോകുന്ന മെൻ്റൽ സ്ട്രഗിൾസ് ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഒരു അച്ഛൻ കൂടെ വന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഓരോ സ്റ്റേജസിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൊമാൻ ഇറാനി എന്ന് പറഞ്ഞ ആക്ടറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതുള്ള വേറെ ആരെങ്കിലും ചെയ്താൽ ഇത്രയും വരുമോ എന്നറിയില്ല. അത്രയും കൺട്രോൾഡ് ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സോ മിക്ക സീക്വൻസസിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. പക്ഷേ അദ്ദേഹത്തിനെ ഓവർ ഷാഡോ ചെയ്യുന്നത് അദ്ദേഹത്തിനുള്ളിലെ ഡയറക്ടറാണ്. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സോ വളരെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്ന ഒരു ഹിന്ദി മൂവിയാണ്